നമസ്കാരം, ഏവർക്കും സ്ട്രെസ് ലേണിംഗിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് PSC മുൻപ് ചോദിച്ചിട്ടുള്ള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള അനുബന്ധ വിവരങ്ങൾ കൂടിയാണ് പഠിക്കുന്നത്. LDC പരീക്ഷയ്ക്ക് ഈ ക്ലാസ് നിങ്ങൾക്ക് നന്നായി പ്രയോജനം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം. ആൻസർ ഓപ്ഷൻ സി ആണ്, ഡെക്കാൻ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഇത്, ഡെക്കാൻ പീഠഭൂമി. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഇത്, ഡെക്കാൻ പീഠഭൂമി. പശ്ചിമഘട്ടം, പൂർവഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. അപ്പോൾ ഡെക്കാൻ പീഠഭൂമി ഏതെല്ലാം മലനിരകൾക്കിടയിലാണ്? പൂർവഘട്ടത്തിനും പശ്ചിമഘട്ടത്തിനും ഇടയിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, ഡെക്കാൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഏത്? ഡെക്കാൻ പീഠഭൂമി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി ത്രികോണാകൃതിയാണ്. ത്രികോണാകൃതിയിൽ നർമ്മദാ നദിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയിലുള്ള പ്രധാന ആഗ്നേയശിലയാണ് ബസാൾട്ട് ശില. അപ്പോൾ ബസാൾട്ട് ശില ആഗ്നേയശിലയ്ക്ക് ഉദാഹരണമാണ്. ഡെക്കാനിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്നത് മഹാരാഷ്ട്രയിലെ പൂനെയാണ്. അപ്പോൾ ഡെക്കാന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പട്ടണം ഏതാണ്? മഹാരാഷ്ട്രയിലെ പൂനെ. ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാന മണ്ണിനമാണ് കറുത്ത മണ്ണ്. ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. അപ്പോൾ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി ഇവയൊക്കെ ഇതിലൂടെയാണ് ഒഴുകുന്നത്? ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികളാണ് ഇവ നാലും. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ലാവ തണുത്തുറഞ്ഞുണ്ടായ മേഖല അറിയപ്പെടുന്ന പേരാണ് ഡെക്കാൻ ട്രാപ്പ് മേഖല. അപ്പോൾ എന്താണ് ഡെക്കാൻ ട്രാപ്പ് മേഖല? ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന മേഖലയെ അറിയപ്പെടുന്ന പേരാണിത്, ഡെക്കാൻ ട്രാപ്പ് മേഖല. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്ന പർവ്വതനിരയാണ് പൂർവഘട്ടം. അപ്പോൾ പൂർവഘട്ടം ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ്. ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിരയും ഏതാണ്? പൂർവഘട്ടമാണ്. അപ്പോൾ ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്ന പർവ്വതനിരയും ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിരയും ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? പൂർവഘട്ടമാണ്. വിന്ധ്യാപർവ്വതത്തിനും ആരവല്ലി നിരകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഏത്? മാൾവ പീഠഭൂമി. അപ്പോൾ മാൾവ പീഠഭൂമി വിന്ധ്യാപർവ്വതത്തിനും ആരവല്ലി പർവ്വത നിരകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ്. മധ്യ ഉന്നത തടത്തിന്റെ കിഴക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. മധ്യ ഉന്നത തടത്തിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഇന്ത്യയുടെ ധാതുനിക്ഷേപ കലവറ എന്നറിയപ്പെടുന്നതും ഏതാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. അപ്പോൾ ഇന്ത്യയുടെ ധാതുനിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ലഡാക്ക്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണ്? ലഡാക്ക് ആണ്. വിന്ധ്യാപർവ്വതത്തിനും ആരവല്ലി നിരകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണ്? മാൾവ പീഠഭൂമിയാണ്. പശ്ചിമഘട്ടത്തിനും പൂർവഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണ്? അത് ഡെക്കാൻ പീഠഭൂമിയാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ത്രികോണാകൃതിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി ഏതാണ്? അത് ഡെക്കാൻ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? അത് ഡെക്കാൻ പീഠഭൂമിയാണ്. എന്താണ് ഡെക്കാൻ ട്രാപ്പ് മേഖല എന്നറിയപ്പെടുന്നത്? ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ലാവ തണുത്തുറഞ്ഞുണ്ടായ മേഖലയെ അറിയപ്പെടുന്ന പേരാണ് ഡെക്കാൻ ട്രാപ്പ് മേഖല. അപ്പോൾ ബസാൾട്ട് ഏത് ശിലയ്ക്കാണ് ഉദാഹരണം? ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണമാണ് ബസാൾട്ട് ശില.
ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്ന പർവ്വതനിര ഏതാണ്? പൂർവഘട്ടമാണ്. ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിരയും ഏതാണ്? അതും പൂർവഘട്ടമാണ്. ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ്? അത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ. ആൻസർ ഓപ്ഷൻ എ ആണ്, ഉത്തരായന രേഖ. 23.5 ഡിഗ്രി നോർത്ത്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായന രേഖയാണ്. ഉത്തരായന രേഖ ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഏതൊക്കെ സംസ്ഥാനങ്ങളാണെന്ന് നോക്കാം. മിസോറാം, ത്രിപുര, മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ബംഗാൾ എന്നീ 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. അപ്പോൾ ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മിസോറാം, ത്രിപുര, മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ബംഗാൾ എന്നീ 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. ഭൂമിയിൽ ഒരു സ്ഥലത്തിന്റെ കൃത്യമായ സ്ഥാനം നിർണയിക്കുന്ന രേഖകളാണ് അക്ഷാംശ രേഖാംശ രേഖകൾ. അപ്പോൾ ഭൂമിയിലെ ഒരു സ്ഥലത്തിന്റെ കൃത്യമായ സ്ഥാനം നിർണയിക്കുന്ന രേഖകൾ ഏതൊക്കെയാണ്? അക്ഷാംശ രേഖാംശ രേഖകളാണ്. ഭൗമ ഉപരിതലത്തിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖയെ അക്ഷാംശ രേഖ എന്ന് പറയുന്നു. അപ്പോൾ അക്ഷാംശ രേഖ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലാണ് വരയ്ക്കുന്നത്. ഭൗമ ഉപരിതലത്തിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖയെ അറിയപ്പെടുന്ന പേരാണെന്ത്? അക്ഷാംശ രേഖ. ഏറ്റവും വലിയ അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. അപ്പോൾ ഭൂമധ്യരേഖ അക്ഷാംശ രേഖയ്ക്ക് ഉദാഹരണമാണ്. ഭൗമോപരിതലത്തിൽ വടക്ക് തെക്കായി വരയ്ക്കുന്ന സാങ്കല്പിക രേഖയെ അറിയപ്പെടുന്ന പേരാണ് രേഖാംശ രേഖ. അപ്പോൾ ഭൗമോപരിതലത്തിൽ വടക്ക് തെക്കായിട്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയെ ഏതു പേരിൽ അറിയപ്പെടുന്നു? രേഖാംശ രേഖ എന്നറിയപ്പെടുന്നു. കിഴക്ക് പടിഞ്ഞാറ് ദിശയിലാണെങ്കിലോ അക്ഷാംശ രേഖ എന്നറിയപ്പെടുന്നു. ഏറ്റവും വലിയ അക്ഷാംശ രേഖ ഏതാണ്? ഭൂമധ്യരേഖയാണ്. ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന രേഖയാണ് ഭൂമധ്യരേഖ. അപ്പോൾ ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന രേഖ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഭൂമധ്യരേഖ. ഭൂമധ്യരേഖയ്ക്ക് തെക്ക് സ്ഥിതി ചെയ്യുന്ന അർദ്ധഗോളം അറിയപ്പെടുന്നത് ദക്ഷിണാർദ്ധഗോളം എന്നാണ്. അപ്പോൾ ഭൂമധ്യരേഖയ്ക്ക് തെക്ക് സ്ഥിതി ചെയ്യുന്ന അർദ്ധഗോളം എന്നറിയപ്പെടുന്നു ദക്ഷിണാർദ്ധഗോളം എന്നും, ഭൂമധ്യരേഖയ്ക്ക് വടക്ക് സ്ഥിതി ചെയ്യുന്ന അർദ്ധഗോളം അറിയപ്പെടുന്നത് ഉത്തരാർദ്ധഗോളം എന്നുമാണ്. അപ്പോൾ ഭൂമധ്യരേഖയ്ക്ക് തെക്ക് സ്ഥിതി ചെയ്യുന്ന അർദ്ധഗോളമാണെങ്കിൽ ദക്ഷിണാർദ്ധഗോളം എന്നും, ഭൂമധ്യരേഖയ്ക്ക് വടക്ക് സ്ഥിതി ചെയ്യുന്ന അർദ്ധഗോളമാണെങ്കിൽ ഉത്തരാർദ്ധഗോളം എന്നും അറിയപ്പെടുന്നു. 0 ഡിഗ്രി അക്ഷാംശ രേഖയെ അറിയപ്പെടുന്ന പേരാണ് ഭൂമധ്യരേഖ. അപ്പോൾ 0 ഡിഗ്രി അക്ഷാംശ രേഖ ഏതാണ്? ഭൂമധ്യരേഖയാണ്. 0 ഡിഗ്രി രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ. അപ്പോൾ ഗ്രീനിച്ച് രേഖ ഒരു രേഖാംശ രേഖയ്ക്ക് ഉദാഹരണമാണ്. ഭൂമധ്യരേഖയാണെങ്കിൽ അക്ഷാംശ രേഖയ്ക്ക് ഉദാഹരണമാണ്. അപ്പോൾ 0 ഡിഗ്രി രേഖാംശ രേഖ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഗ്രീനിച്ച് രേഖ എന്ന് അറിയപ്പെടുന്നു. 90 ഡിഗ്രി വടക്ക് അക്ഷാംശമാണ് ഉത്തരധ്രുവം. അപ്പോൾ 90 ഡിഗ്രി വടക്ക് അക്ഷാംശം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരധ്രുവം എന്ന് അറിയപ്പെടുന്നു. എന്നാൽ 90 ഡിഗ്രി തെക്ക് അക്ഷാംശമാണെങ്കിൽ ദക്ഷിണ ധ്രുവം എന്നും അറിയപ്പെടുന്നു. 0 ഡിഗ്രി അക്ഷാംശ രേഖ ഭൂമധ്യരേഖ, 0 ഡിഗ്രി രേഖാംശ രേഖ ഗ്രീനിച്ച് രേഖ, 90 ഡിഗ്രി വടക്ക് അക്ഷാംശം ഉത്തരധ്രുവം, 90 ഡിഗ്രി തെക്ക് അക്ഷാംശം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ദക്ഷിണ ധ്രുവം. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ 2ആയി വിഭജിക്കുന്ന അക്ഷാംശ രേഖ ഏതാണ്? 23.5 ഡിഗ്രി നോർത്ത് അക്ഷാംശം. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ 2ആയി വിഭജിക്കുന്ന അക്ഷാംശ രേഖ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? 23.5 ഡിഗ്രി നോർത്ത്. ഉത്തരായന രേഖയെ 2 തവണ മുറിച്ചു കടക്കുന്ന നദിയാണ് മാഹി. ഉത്തരായന രേഖയെ 2 തവണ മുറിച്ചു കടക്കുന്ന നദി ഏതാണ്? മാഹിയാണ്. ഉത്തരായന രേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരം ഏതാണ്?
അഹമ്മദാബാദ് ആണ്. അപ്പോൾ ഉത്തരായന രേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരം ഏതാണ്? അഹമ്മദാബാദ്. ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെട്രോപൊളിറ്റൻ നഗരമാണ് തിരുവനന്തപുരം. അപ്പോൾ ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെട്രോപൊളിറ്റൻ നഗരം ഏതാണ്? തിരുവനന്തപുരമാണ്. എന്നാൽ ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ സംസ്ഥാന തലസ്ഥാന നഗരം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? തിരുവനന്തപുരമാണ്. ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ സംസ്ഥാന തലസ്ഥാന നഗരം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? അത് തിരുവനന്തപുരമാണ്. ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെട്രോപൊളിറ്റൻ നഗരമാണ് ഏത്? തിരുവനന്തപുരം. ഉത്തരായന രേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരം ഏതാണ്? അത് അഹമ്മദാബാദ് ആണ്. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ രണ്ടായി വിഭജിക്കുന്ന അക്ഷാംശ രേഖ ഏതു പേരിൽ അറിയപ്പെടുന്നു? 23 ഡിഗ്രി നോർത്ത് അക്ഷാംശം. 0 ഡിഗ്രി അക്ഷാംശ രേഖ ഏതാണ്? ഭൂമധ്യരേഖയാണ്. 0 ഡിഗ്രി രേഖാംശ രേഖ ഏതാണ്? ഗ്രീനിച്ച് രേഖയാണ്. ഏറ്റവും വലിയ അക്ഷാംശ രേഖ ഏതാണ്? ഭൂമധ്യരേഖയാണ്. അപ്പോൾ ഉത്തരായന രേഖ കടന്നുപോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 8 സംസ്ഥാനങ്ങളാണ്. ഭൂമിയിൽ ഒരു സ്ഥലത്തിന്റെ കൃത്യമായ സ്ഥാനം നിർണയിക്കുന്ന രേഖകൾ ഏതൊക്കെയാണ്? അക്ഷാംശ, രേഖാംശ രേഖകളാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഉത്തരമഹാസമതലം. ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ച് ഹിമാലയത്തിന്റെ തെക്കുഭാഗത്ത് രൂപം കൊണ്ട സമതല പ്രദേശമാണ് ഉത്തരമഹാസമതലം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം എന്നും അറിയപ്പെടുന്നത് ഏതാണ്? അത് ഉത്തരമഹാസമതലമാണ്. ഉത്തരപർവ്വത മേഖലയ്ക്കും ഉപദ്വീപീയ പീഠഭൂമിക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്നത് ഉത്തരമഹാസമതലമാണ്. ലോകത്തെ ഏറ്റവും ഫലഭൂയിഷ്ഠമായ സമതലങ്ങൾ ഒന്നാണ് ഉത്തരമഹാസമതലം. ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? അത് ഉത്തരമഹാസമതലമാണ്. ഉത്തരമഹാസമതലത്തിലെ പ്രധാന മണ്ണിനമാണ് എക്കൽ മണ്ണ്. വടക്ക് നിന്ന് തെക്കോട്ട് ഉത്തരമഹാസമതലത്തിന്റെ 3 പ്രധാന മേഖലകളാണ് ഫാബർ, ടെറായി, എക്കൽ സമതലങ്ങൾ. ഫാബർ പ്രദേശത്തിന് തെക്കായി സസ്യജാലങ്ങൾ തഴച്ചു വളരുന്ന പ്രദേശമാണ്, ചതുപ്പ് പ്രദേശമാണ് ഇത് ടെറായി എന്നറിയപ്പെടുന്നത്. നദികളും അരുവികളും അപ്രത്യക്ഷമാകുന്ന പാറകളും നിറഞ്ഞ പ്രദേശമാണെങ്കിൽ അതേതാണ്? അത് ഫാബർ ആണ്. ടെറായി മേഖലയ്ക്ക് തെക്ക് പഴയതും പുതിയതുമായ എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട പ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേരാണ് എക്കൽ സമതലങ്ങൾ. ഈ എക്കൽ സമതലങ്ങളെ വീണ്ടും രണ്ടായി തിരിക്കുന്നു. അത് ഖാദർ എന്നും ഫംഗർ എന്നുമാണ്. പുതിയ എക്കൽ മണ്ണാണെങ്കിൽ അത് ഖാദർ എന്നും, പഴയതാണെങ്കിൽ അതിനെ ഫംഗർ എന്നും അറിയപ്പെടുന്നു. എക്കൽ മണ്ണിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് നെല്ല്, കരിമ്പ്, ഗോതമ്പ്, പുകയില, എണ്ണക്കുരുക്കൾ. ഇവയൊക്കെ എക്കൽ മണ്ണിലാണ് കൃഷി ചെയ്യുന്നത്. ലോവർ ഗംഗ, ബ്രഹ്മപുത്ര താഴ്വര എന്നീ പ്രദേശങ്ങളിലെ മണ്ണ് ഏത് കൃഷിക്കാണ് അനുയോജ്യം? അത് ചണം കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ത്രികോണാകൃതിയുള്ള പീഠഭൂമിയാണ് ഏത്? ഡെക്കാൻ പീഠഭൂമി. അപ്പോൾ ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി ഏതാണ്? ത്രികോണാകൃതിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. എന്നാൽ ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമിയാണെങ്കിൽ അതേതാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ഇത് രണ്ടുകൂടെ തിരിഞ്ഞു പോകരുത്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശമാണെങ്കിൽ എന്താണ്? അത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. എന്നാൽ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമിയാണെങ്കിൽ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമിയാണിത്? ഉത്തരമഹാസമതലം. ഇന്ത്യൻ കൃഷിയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ഭൂവിഭാഗമാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശമാണ്. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശമാണ്. ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ലം എന്നും അറിയപ്പെടുന്നു. ഏതാണ്? ഉത്തരമഹാസമതലം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്?
ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. സമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണ് ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഖാദർ എന്നറിയപ്പെടുന്നു. കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? അത് ഖാദറാണ്. പഴയ എക്കൽ നിക്ഷേപം അറിയപ്പെടുന്നതോ? അത് ഫംഗർ എന്നാണ്. ഉത്തര മഹാസമതലത്തിലെ ഏറ്റവും വിസ്തൃതമായ പ്രദേശമാണ് ഇത് ഫംഗർ. ചുണ്ണാമ്പ് കല്ലുകളാൽ സമൃദ്ധമായ ഫംഗർ മണ്ണ് ഏത് പേരിൽ അറിയപ്പെടുന്നു? അത് കാങ്കർ എന്ന് അറിയപ്പെടുന്നു. ഖാദർ സമതലം പഞ്ചാബിൽ അറിയപ്പെടുന്ന പേരെന്താണ്? അത് ബെറ്റെ എന്നാണ് ഖാദർ സമതലം പഞ്ചാബിൽ അറിയപ്പെടുന്നത്. ഈ പഞ്ചാബ് ഹരിയാന സമതലത്തിന് രൂപീകരണത്തിന് കാരണമായ നദികളാണ് സിന്ധുവും പോഷക നദികളും. അപ്പോൾ പഞ്ചാബ് ഹരിയാന സമതല രൂപീകരണത്തിന് കാരണമായ നദികൾ ഏതൊക്കെയാണ്? സിന്ധുവും പോഷക നദികളുമാണ്. രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതലങ്ങളുടെ രൂപീകരണത്തിന് കാരണമായ നദികളാണ് ലൂണി സരസ്വതി നദികൾ. അപ്പോൾ ലൂണി സരസ്വതി നദികളാണ് രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതലങ്ങളുടെ രൂപീകരണത്തിന് കാരണമായത്. അപ്പോൾ ഗംഗാ സമതലമാണെങ്കിലോ ഗംഗയും പോഷക നദികളുമാണ്. അസമിലെ ബ്രഹ്മപുത്ര സമതലമാണെങ്കിൽ ബ്രഹ്മപുത്രയും പോഷക നദികളുമാണ്. അപ്പോൾ സിന്ധുവും പോഷക നദികളും കാരണം രൂപീകൃതമായ സമതലം പഞ്ചാബ് ഹരിയാന സമതലമാണ്. ലൂണി സരസ്വതി നദികൾ കാരണം രൂപീകൃതമായ സമതലമാണ് രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതലങ്ങൾ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തുക. സൗരോർജം, ജൈവവാതകവും സൗരോർജവും, കാറ്റിൽ നിന്നുള്ള ഊർജം. ആൻസർ ഓപ്ഷൻ സി ആണ്. മൂന്നും എന്താണ്? പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളാണ്. പരമ്പരാഗതമായി ഉപയോഗിച്ചു പോരുന്ന ഊർജ സ്രോതസ്സുകളാണ് പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ. പാരമ്പര്യ ഊർജ സ്രോതസ്സിന് ഉദാഹരണം ഏതാണ്? അത് LPG ആണ്. പരമ്പരാഗത വൈദ്യുതോർജ ഉറവിടങ്ങളാണ് ജലവൈദ്യുതി, താപവൈദ്യുതി, ആണവോർജം. അപ്പോൾ പരമ്പരാഗത വൈദ്യുതോർജ ഉറവിടങ്ങളാണ് ജലവൈദ്യുതി, താപവൈദ്യുതി, ആണവോർജം. പാരമ്പര്യേതര വൈദ്യുതോർജ ഉറവിടങ്ങളാണ് സൗരോർജം, കാറ്റിൽ നിന്നുള്ള വൈദ്യുതി, തിരമാലയിൽ നിന്നുള്ള വൈദ്യുതി, ഗീസറുകൾ, ബയോഗ്യാസ്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ പാരമ്പര്യേതര വൈദ്യുതോർജ ഉറവിടങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യയുമായി കരതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക. ചൈന, നേപ്പാൾ, പാകിസ്ഥാൻ, ഭൂട്ടാൻ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇവ നാലും എന്താണ്? ഇന്ത്യയുമായിട്ട് കരതിർത്തി പങ്കിടുന്ന അയൽ രാജ്യങ്ങളാണ്. ഇന്ത്യയുമായി കരതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 7 രാജ്യങ്ങളാണ് ഇന്ത്യയുമായിട്ട് കരതിർത്തി പങ്കിടുന്നത്. ഇന്ത്യയുമായി കരതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ്. അപ്പോൾ ഇന്ത്യയുമായി സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? അതും എത്രയാണ്? അതും 7 ആണ്. അപ്പോൾ ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്നതും ഇന്ത്യയുമായി സമുദ്രാതിർത്തി പങ്കിടുന്നതുമായ രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? അതും 7 ആണ്. അപ്പോൾ ഇന്ത്യയുമായി സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ശ്രീലങ്ക, മാലിദ്വീപ്, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ, തായ്ലൻഡ്, മ്യാൻമാർ, ബംഗ്ലാദേശ് എന്നീ 7 രാജ്യങ്ങളാണ് ഇന്ത്യയുമായിട്ട് സമുദ്രാതിർത്തി പങ്കിടുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് ഒന്നും കൂടി നോക്കാം. ഇന്ത്യയുമായി സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ശ്രീലങ്ക, മാലിദ്വീപ്, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ, തായ്ലൻഡ്, മ്യാൻമാർ, ബംഗ്ലാദേശ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതെല്ലാമാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ ഇന്ത്യയുമായി വടക്കു പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും. ഇന്ത്യയുടെ വടക്ക് അതിർത്തി പങ്കിടുന്നതാണ് ചൈന, നേപ്പാൾ, ഭൂട്ടാൻ. അപ്പോൾ ഇന്ത്യയുടെ വടക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ചൈന, നേപ്പാൾ, ഭൂട്ടാൻ. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്നതോ? പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും. ഇന്ത്യയുടെ വടക്ക് കിഴക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ബംഗ്ലാദേശ്, മ്യാൻമാർ. ഇന്ത്യയുടെ വടക്ക് കിഴക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ബംഗ്ലാദേശും മ്യാൻമാറുമാണ്. ഇന്ത്യയുടെ കര അതിർത്തി ആകെ എത്രയാണ്?
15,106.7 കിലോമീറ്റർ. എത്രയാണ്? 15,106.7 കിലോമീറ്റർ ആണ്. അല്ലെങ്കിൽ എത്രയെന്ന് പറയാം? 15,200 കിലോമീറ്റർ എന്നും പറയാം. 15,200 കിലോമീറ്റർ എന്നും പറയാം. അപ്പോൾ ഇന്ത്യയുടെ കര അതിർത്തി എത്രയാണ്? 15,106.7 കിലോമീറ്റർ അല്ലെങ്കിൽ 15,200 കിലോമീറ്റർ എന്നും കണക്കാക്കാം. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ഏതാണ്? അത് ബംഗ്ലാദേശ് ആണ്. അപ്പോൾ ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ഏതാണ്? ബംഗ്ലാദേശ് ആണ്. ബംഗ്ലാദേശിന് എത്ര കിലോമീറ്റർ ആണ് ദൈർഘ്യം? 4,096.7 കിലോമീറ്റർ. 4,096.7 കിലോമീറ്റർ ആണ്. 4,096.7 കിലോമീറ്റർ ആണ് ബംഗ്ലാദേശ് ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കിടുന്നത്. എന്നാൽ ഇന്ത്യയുമായി ഏറ്റവും കുറച്ച് കര അതിർത്തിയുള്ള രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാൻ എത്രയാണ്? 106 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ അഫ്ഗാനിസ്ഥാനാണ് 106 കിലോമീറ്റർ കരാതിർത്തിയാണ് ഇന്ത്യയുമായിട്ട് ഉള്ളത്. അപ്പോൾ ഇന്ത്യയുമായിട്ട് ഏറ്റവും കുറവ് കരാതിർത്തിയുള്ള രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. എന്നാൽ ഏറ്റവും കൂടുതൽ കരാതിർത്തിയുള്ള രാജ്യം ഏതാണ്? ബംഗ്ലാദേശ് ആണ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ അയൽ രാജ്യം ഏതാണ്? അത് ചൈനയാണ്. അപ്പോൾ ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? അത് ചൈനയാണ്. ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? ഭൂട്ടാനാണ്. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം ഏതാണ്? അത് മാലിദ്വീപ്. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം ഏതാണ്? മാലിദ്വീപാണ്. ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏത്? അത് ഭൂട്ടാൻ. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ അയൽരാജ്യം ഏത്? അത് ചൈന. ഇന്ത്യയുമായി ഏറ്റവും കുറവ് കരാതിർത്തിയുള്ള രാജ്യം ഏതാണ്? അത് അഫ്ഗാനിസ്ഥാനാണ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരാതിർത്തിയുള്ള രാജ്യം ഏതാണ്? അത് ബംഗ്ലാദേശ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്, മൗണ്ട് എവറസ്റ്റ്. മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാൾ ആണ്. അപ്പോൾ നേപ്പാളിലാണ് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ഈ നേപ്പാളിൽ അറിയപ്പെടുന്ന പേരെന്താണ്? എവറസ്റ്റ് നേപ്പാളിൽ അറിയപ്പെടുന്നത് സാഗർമാത എന്നാണ്. അപ്പോൾ സാഗർമാത എന്ന നേപ്പാളിൽ അറിയപ്പെടുന്ന കൊടുമുടി ഏതാണ്? എവറസ്റ്റ് കൊടുമുടിയാണ്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണേത്? എവറസ്റ്റ് കൊടുമുടി സമുദ്രനിരപ്പിൽ നിന്നും 8,848.86 മീറ്റർ ആണ് ഉയരം. അപ്പോൾ എവറസ്റ്റിന്റെ ഉയരം എത്രയാണ്? 8,848.86 മീറ്റർ. അപ്പോൾ അടിയിലാണെങ്കിലോ 29,031.69 അടിയാണ്. അപ്പോൾ മീറ്ററിലാണെങ്കിൽ 8,848.86 മീറ്റർ ആണ് എവറസ്റ്റിന്റെ ഉയരം. അടിയിലാണെങ്കിൽ 29,031.69 അടി ഉയരമാണ് എന്തിനുള്ളത്? എവറസ്റ്റിന് ഉള്ളത്. എവറസ്റ്റ് കൊടുമുടി ഓരോ വർഷവും ഉയരുന്ന തോത് ഏകദേശം 2 സെന്റിമീറ്റർ ആണ്. അപ്പോൾ എവറസ്റ്റ് കൊടുമുടി ഏകദേശം 2 സെന്റിമീറ്റർ ഓരോ വർഷവും ഉയരുന്നു എന്നാണ് കണക്ക്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗോഡ്വിൻ ആസ്റ്റൻ അല്ലെങ്കിൽ മൗണ്ട് കെ2. അപ്പോൾ ഗോഡ്വിൻ ആസ്റ്റന്റെ മറ്റൊരു പേരെന്താണ്? മൗണ്ട് കെ2. ഗോഡ്വിൻ ആസ്റ്റന്റെ മറ്റൊരു പേരാണ് മൗണ്ട് കെ2. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് കെ2. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് നന്ദാദേവി. അപ്പോൾ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണേത്? നന്ദാദേവിയാണ്. എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് നന്ദാദേവി. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയത് ഗോഡ്വിൻ ആസ്റ്റനാണ്, മൗണ്ട് കെ2. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയത്? അത് നന്ദാദേവിയാണ്, ഉത്തരാഖണ്ഡിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടിയാണേത്? കാഞ്ചൻജംഗ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി ഏതാണ്? കാഞ്ചൻജംഗയാണ്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ കൊടുമുടിയാണേത്? കാഞ്ചൻജംഗ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗോഡ്വിൻ ആസ്റ്റൻ അഥവാ മൗണ്ട് കെ2 ആണ്. അല്ലെങ്കിൽ
പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? അത് കാഞ്ചൻജംഗയാണ്. പൂർണ്ണമായും എന്ന് പറഞ്ഞാൽ അത് കാഞ്ചൻജംഗയാണ്. കാഞ്ചൻജംഗയുടെ ഉയരം എന്താണ്? കാഞ്ചൻജംഗയുടെ ഉയരം 8586 മീറ്റർ ആണ്. കാഞ്ചൻജംഗയുടെ ഉയരം 8586 മീറ്റർ ആണ്. സിക്കിമിലാണ് കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നത്. തർക്കരഹിത ഇന്ത്യൻ പ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. തർക്കരഹിത ഇന്ത്യൻ പ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണേത്? കാഞ്ചൻജംഗ. അപ്പോൾ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? നേപ്പാളാണ്. നേപ്പാളിൽ ഏത് പേരിലാണ് എവറസ്റ്റ് അറിയപ്പെടുന്നത്? സാഗർമാത എന്നാണ്. ലോകത്തിലെ ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി ഏതാണ്? അത് കാഞ്ചൻജംഗയാണ്. എന്നാൽ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ അത് കാഞ്ചൻജംഗയാണ്. 8586 മീറ്റർ ആണ്. സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗോൾഡ്വിൻ ആസ്റ്റിൻ അഥവാ മൗണ്ട് K2 ആണ്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണെങ്കിൽ അത് നന്ദാദേവിയാണ്, ഉത്തരാഖണ്ഡ്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഒന്നാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? അത് കാഞ്ചൻജംഗയാണ്. രണ്ടാമത്തത് നന്ദാദേവി, ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഗോൾഡ്വിൻ ആസ്റ്റിൻ അഥവാ മൗണ്ട് K2. ലോകത്തിലെ ആണെങ്കിൽ അതേതാണ്? അത് നേപ്പാളാണ്. നേപ്പാളിൽ എവറസ്റ്റ് ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? എവറസ്റ്റ് ആണ്. എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നേപ്പാളിലാണ്. എവറസ്റ്റ് കൊടുമുടി നേപ്പാളിൽ അറിയപ്പെടുന്ന പേരേതാണ്? സാഗർമാത എന്നാണ്. എവറസ്റ്റിന്റെ ഉയരം എത്രയാണ്? 8848.86 മീറ്റർ ആണ്. അല്ലെങ്കിൽ 29,031.69 അടി ഉയരമാണ് ഏതിനുള്ളത്? എവറസ്റ്റിന് ഉള്ളത്. ഇനി ഇത്രയും പഠിച്ച ക്വസ്റ്റ്യൻസ് നമുക്കൊന്നുകൂടി നോക്കാം. വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേയറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം ഏതാണ്? അത് ഡെക്കാൻ പീഠഭൂമിയാണ്. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായന രേഖയാണ്. 23.5 ഡിഗ്രി നോർത്ത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം ഏതാണ്? അത് ഉത്തര മഹാസമതലമാണ്. താഴെ തന്നിട്ടുള്ളവരിൽ നിന്നും ശരിയായ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക. ഏതൊക്കെയാണ്? സൗരോർജ്ജവും ജൈവവാതകവും സൗരോർജ്ജവും കാറ്റിൽ നിന്നുള്ള ഊർജ്ജം. ഇതെല്ലാം എന്താണ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ്. ഇന്ത്യയുമായി കരാതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഈ ചൈന, നേപ്പാൾ, പാകിസ്ഥാൻ, ഭൂട്ടാൻ എന്നിവയെല്ലാം ഉണ്ട്. 7 രാജ്യങ്ങളാണ് ഇന്ത്യയുമായിട്ട് കരാതിർത്തി പങ്കുവയ്ക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് എവറസ്റ്റ് ആണ്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.